നമസ്കാരം. ഒരു കാലത്ത് ചുരുണ്ട മുടി സ്ത്രീകളുടെ സൗന്ദര്യത്തിൻ്റെ വലിയൊരു ലക്ഷണമായിരുന്നു. ചുരുണ്ട മുടി ഇല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം അന്ന് വലിയ ദുഃഖകരമായൊരു കാര്യമായിരുന്നു തൻ്റെ മുടി കോലമുടിയാണ് എന്നുള്ളത്. പഴയകാല കവിതകളിലും സിനിമാ പാട്ടുകളിലുമൊക്കെ തന്നെ ചുരുണ്ട മുടിയുള്ള സ്ത്രീകളുടെ സൗന്ദര്യത്തെ ഒരുപാട് വർണ്ണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മറക്കാൻ കഴിയുകയില്ല. എന്നാൽ ഇന്നാകട്ടെ ഈ ചിന്താഗതി പാടെ തകിടം മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ. എന്നാൽ ഇന്ന് മാറിയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ 21-ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾ പലരും ഇഷ്ടപ്പെടുന്നത് നീണ്ട മുടിയാണ്. ചുരുണ്ട മുടിയുള്ളവർ പോലും അതിനായി പണം മുടക്കി മുടി സ്ട്രൈറ്റൻ ചെയ്യുന്നത് ഇപ്പോൾ ഒരു സ്ഥിരം രീതിയാണ്. പക്ഷേ ഈ മുടി സ്ട്രൈറ്റൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ആരോഗ്യപരമായ പ്രശ്നങ്ങളാണ് നമുക്കുണ്ടാകുന്നത് എന്ന് ഇവരിൽ പലരും ഓർക്കാറില്ല. മാത്രമല്ല, മുടി സ്ട്രൈറ്റൻ ചെയ്യുന്ന ആളുകൾ ഇതിന് മതിയായ യോഗ്യതയുള്ളവരാണോ, ആരോഗ്യപരമായ കാര്യങ്ങളെക്കുറിച്ച് അവർക്ക് ധാരണയുള്ളവർ തന്നെയാണോ എന്നുള്ള ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. എന്നാൽ ഇവർ പാശ്ചാത്യ ലോകത്ത് നിന്ന് പുറത്തു വരുന്ന ഒരു വാർത്ത, 17 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ മുടി സ്ട്രൈറ്റൻ ചെയ്തതിനെ തുടർന്ന് വൃക്കയ്ക്ക് അതീവ ഗുരുതരമായ രോഗം ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് എന്നാണ്. കുറച്ച് നാൾ മുമ്പ് ഏതാണ്ട് 25 വയസ്സുള്ള ഒരു സ്ത്രീയെയും ഇത്തരത്തിൽ മുടി സ്ട്രൈറ്റൻ ചെയ്തതിനെ തുടർന്ന് വൃക്കയ്ക്ക് തയ്യാറായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഏതായാലും ഈ 17 വയസ്സുകാരിക്ക് മുടി സ്ട്രൈറ്റൻ ചെയ്തതിൻ്റെ പിന്നാലെ തന്നെ കടുത്ത തലവേദനയും ഛർദിയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടിരുന്നു. അങ്ങനെയാണ് അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതും അവിടെ നടത്തിയ വിദഗ്ധ പരിശോധനയിൽ ഇവർ മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ ഉപയോഗിച്ച രാസവസ്തുവാണ് ഇവർക്ക് വൃക്കയ്ക്ക് തകരാറുണ്ടാക്കാൻ കാരണമെന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. ദീർഘകാലമായി ആശുപത്രി ചികിത്സ കഴിഞ്ഞ പെൺകുട്ടി കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് അവിടെ നിന്ന് ഇപ്പോൾ ഡിസ്ചാർജ് ആയിരിക്കുന്നത്. മാത്രമല്ല, ഇനി പെൺകുട്ടി ഇടവിട്ടുള്ള ദിവസങ്ങളിൽ ആശുപത്രിയിലെത്തി പരിശോധന തുടരണം എന്നാണ് ഡോക്ടർമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെ രാസവസ്തുക്കളാണ് ഇത്തരത്തിൽ ഈ മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതിൽ നമുക്ക് ആരോഗ്യത്തിന് വലിയ തോതിലുള്ള തകരാറ് വരുത്തുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഗ്ലയോക്സിലിക് ആസിഡ് എന്ന ഒരു രാസവസ്തുവാണ് ഈ മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ ഉപയോഗിക്കുന്നതിലൊരു പ്രധാന ഘടകം. ഇത് തന്നെയാണ് തലമുടിയിലൂടെ ശരീരത്തിലേക്ക് എത്തി വൃക്കകൾക്ക് ഗുരുതരമായ തോതിലുള്ള തകരാറ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ഉപയോഗിക്കുമ്പോൾ തലയോട്ടിയുമായി നേരിട്ട് ബന്ധപ്പെടാതെ അതിന് നിശ്ചിത അകലം പാലിച്ച് വേണം മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ എന്നാണ് ഇപ്പോൾ വിദഗ്ധർ ഉപദേശിക്കുന്നത്. മാത്രമല്ല, ഇത് സംബന്ധിച്ച് ഗവേഷണം നടത്തിയ പ്രമുഖരായ ഡോക്ടർമാർ പറയുന്നത് 14-നും 58-നും ഇടയിൽ പ്രായമുള്ള നിരവധി സ്ത്രീകളാണ് ഇത്തരത്തിൽ മുടി സ്ട്രൈറ്റൻ ചെയ്ത് ഇപ്പോൾ ചികിത്സ തേടിയിരിക്കുന്നത് എന്ന്. ഗ്ലയോക്സിലിക് ആസിഡ് അടങ്ങിയ നിരവധി സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഇന്ന് വിപണിയിലുണ്ട്. പല രാജ്യങ്ങളിലും ഇവയുടെ വിൽപ്പന തന്നെ നിരോധിച്ചിട്ടുള്ളതാണ്. അത്തരത്തിലുള്ള നിരോധിക്കപ്പെട്ട വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മുടി സ്ട്രൈറ്റൻ ചെയ്യുന്നത് എങ്കിൽ അനാരോഗ്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് വൃക്കകളെ തന്നെയാണ് നേരിട്ട് ബാധിക്കുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും മുടി സ്ട്രൈറ്റൻ ചെയ്ത എല്ലാവർക്കും വൃക്കരോഗം വരണം എന്നുള്ളതല്ല. വളരെ ശ്രദ്ധയോടുകൂടി മാത്രം കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് ഈ ചികിത്സ എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ പറയുന്നത്. പലരും ഇതിനെ നിസ്സാരമായി കാണുകയും എവിടെയെങ്കിലും ഒരു ബ്യൂട്ടി പാർലറിലോ മറ്റോ പോയി അവിടെയുള്ള ഒരു ബ്യൂട്ടീഷ്യൻ്റെ സഹായത്തോടു കൂടി മുടി സ്ട്രൈറ്റൻ ചെയ്യുകയും ചെയ്യുന്നതാണ് പതിവ്. ഇവരിൽ പലർക്കും ഇതിൻ്റെ ശാസ്ത്രീയമായ ദോഷവശങ്ങളെക്കുറിച്ച് കൃത്യമായി അറിവും കാണില്ലായിരിക്കാം. തലയോട്ടിൽ നിന്ന് ഏതാണ്ട് 1.5 മില്ലിമീറ്റർ ദൂരത്തിലെങ്കിലും ആയിരിക്കണം ഈ രാസവസ്തു പ്രയോഗിക്കേണ്ടത് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ വെളിപ്പെടുത്തിയിട്ടുള്ളത്. പക്ഷേ നമ്മളിൽ എത്ര പേർ ഇതിനൊക്കെ തയ്യാറാകുമെന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം. മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ നടക്കുന്നവർക്ക് തന്നെ ഇത് തൻ്റെ ഒരു ഫാഷൻ്റെ ഒരു മാതൃകയായി, ഉദാത്ത മാതൃകയായി കാണിക്കുകയും മറ്റുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളും മുന്നറിയിപ്പുകളൊക്കെ തന്നെ അവഗണിക്കുകയും ചെയ്യുന്നതാണ് പലപ്പോഴും സംഭവിക്കാറുള്ളത്. ഈ ഡോക്ടർമാർ പറയുന്നത്, നിങ്ങളിത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ മരുന്നുകളൊക്കെ തന്നെ ചൂടാകാതിരിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കുക. ഇത് ചൂട് കൂടുന്തോറും ഇതിൻ്റെ ഈ മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ വയ്ക്കുന്ന മരുന്നുകളുടെ ചൂട് കൂടുന്തോറുമാണ് ഇതിൻ്റെ പാർശ്വഫലങ്ങൾ വർദ്ധിക്കുന്നത്. ഒപ്പം നിങ്ങളിത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യാൻ. മാത്രമല്ല, ഇത്തരം മരുന്നുകളുടെ നിർമ്മാതാക്കൾ അവർ പറയുന്ന മാർഗ്ഗനിർദ്ദേശങ്ങൾ നിങ്ങൾ കൃത്യമായി അനുസരിക്കുകയും വേണം. അതല്ലെങ്കിൽ മുടി സ്ട്രൈറ്റൻ ചെയ്യാൻ ഇറങ്ങി വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന് പറഞ്ഞതുപോലത്തെ അവസ്ഥയായിരിക്കും പലർക്കും സംഭവിക്കാൻ പോകുന്നത്.